വിക്ഷേപണത്തിന് ശേഷം 585 സെക്കൻഡിൽ റോക്കറ്റ് 3000 കിലോമീറ്റർ അകലെയുള്ളപ്പോൾ തുടങ്ങിയ കാത്തിരിപ്പാണിത്. അപ്പോൾ റോക്കറ്റിന്റെ വേഗം 7274 കിലോമീറ്റർ. പിന്നീട് ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഇന്ത്യൻ നിലയങ്ങളിലെ സ്ക്രീനിൽ പേടകം കാണാനായുള്ളൂ. 2620 സെക്കൻഡിൽ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ മംഗൾയാനെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ചു. 323 ദിവസങ്ങൾ കൊണ്ട് ഭൂമിയെ കേന്ദ്രീകരിച്ചുള്ള ആദ്യഘട്ടവും സൗരകേന്ദ്രീകൃതമായ രണ്ടാം ഘട്ടവും മംഗൾയാൻ പിന്നിട്ടു. 7 വ്യത്യസ്ത ഉപഘട്ടങ്ങളിലായാണ് ഭൗമകേന്ദ്രീകൃത പരിക്രമണ ഘട്ടം പൂർത്തീകരിച്ചത്. ഡിസംബർ ആദ്യത്തിൽ ഭൂമിയുടെ പരിക്രമണ വലയം ഭേദിച്ച് സൗരകേന്ദ്രീകൃത പരിക്രമണ ഘട്ടത്തിലേക്ക് മംഗൾയാൻ പ്രവേശിച്ചു. ഇവിടെ 4 തവണയാണ് മംഗൾയാന്റെ ഭ്രമണപഥം മാറ്റിയത്. 10 ദിവസത്തിന് ശേഷം ഡിസംബർ 12-നാണ് ആദ്യ ഭ്രമണപഥം മാറ്റൽ പൂർത്തിയായത്. ഇക്കഴിഞ്ഞ ജൂൺ 11-ന് ഭ്രമണപഥത്തിലെ ക്രമീകരണം ISRO വിജയകരമായി നടപ്പിലാക്കി. പേടകത്തിലെ 4 ചെറു റോക്കറ്റുകൾ 16 സെക്കൻഡ് ജ്വലിപ്പിച്ചാണ് നിശ്ചിത സഞ്ചാരപഥത്തിലേക്ക് മാറ്റിയത്. ജൂലൈ 28-ന് മംഗൾയാൻ 55.5 കോടി കിലോമീറ്റർ പിന്നിട്ടു. 2014 സെപ്റ്റംബർ 22-ന് സൂര്യന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഘട്ടം തുടങ്ങി. ഇതിനാവശ്യമായ ലാം എഞ്ചിന്റെ പരീക്ഷണ ജ്വലനവും വിജയകരമായി നടത്തി. മംഗൾയാന്റെ ലക്ഷ്യപ്രവേശത്തിനായി കാത്തിരുന്നത് ഇന്ത്യ മാത്രമായിരുന്നില്ല, ശാസ്ത്രലോകം മുഴുവനുമായിരുന്നു.